മാങ്ങാത്തേരിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ ഡിഷാണ് മാങ്ങാച്ചോർ. അപ്പോൾ ഇവിടെ അക്ക നമുക്ക് സൂപ്പറായിട്ട് മാങ്ങയൊക്കെ കട്ട് ചെയ്ത്, പച്ചമുളക് കട്ട് ചെയ്ത്, സവാള കട്ട് ചെയ്ത്, കറിവേപ്പിലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കുക, കടുക് പൊട്ടിക്കുക. അതിനുശേഷം നമുക്ക് കടലപ്പരിപ്പും, ആദ്യം കടല ഇടുക, അതിനുശേഷം കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരണം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇടാം, കറിവേപ്പിലയും പച്ചമുളകും. അതിനുശേഷം സവാള അരിഞ്ഞതും കൊണ്ട് നീളത്തിൽ തന്നെ അരിയണം. പ്രത്യേകിച്ച് ഈ ഒരു ടൈപ്പിൽ തന്നെ അരിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കാരണം മക്കയുടെ സ്പെഷ്യൽ കട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ലെമൺ റൈസ് ആയിക്കഴിഞ്ഞു വെച്ചാലും ഈ ഒരു കട്ടിങ്ങിൽ ഉണ്ടാക്കി കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അക്കയുടെ കുക്കിംഗ് ഞങ്ങൾക്ക് ലെമൺ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഉലുവ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഉലുവ ഓർ വെന്തയം അതിട്ടിട്ടുണ്ട്. ചോറ് അവിടെ വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മാങ്ങ ഇടാം. മാങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് വതക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പും അതേമാതിരി തന്നെ മഞ്ഞൾപ്പൊടിയും ഇടാം. എന്നിട്ട് നന്നായിട്ട് വതക്കി നല്ല എല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്ന സമയത്ത് അത് കുറച്ച് നേരിട്ട് വതക്കണം കേട്ടോ. ഇത് കുറച്ച് എന്താ പറയുക, പുളി കുറവുള്ള മാങ്ങയാണ്, പഴുത്ത മാങ്ങയാണ്. അതുകൊണ്ട് നമുക്ക് ലെമണും കൂടെ കുറച്ച് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചോറിട്ടിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞ് വെച്ചാൽ മാങ്ങാച്ചോർ റെഡി. സോ ഇതേപോലെ തന്നെയാണ് പൈനാപ്പിൾ ചോറും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്.